ഹായ് ഓൾ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരേ ഷാംപൂ, ഒരേ റേസർ, ഒരേ സോപ്പ്, പക്ഷേ ഫോർ മെൻ എന്ന് എഴുതിയാൽ ഒരു 100 രൂപയും ഫോർ വിമൻ എന്ന് എഴുതിയാൽ ഒരു 200 രൂപയും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വില വ്യത്യാസം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരു കോയിൻസിഡൻസും അല്ല, ഇതൊരു ഡിസ്കൗണ്ട് മിസ്റ്റേക്കും അല്ല, എന്തിന് ഇതൊരു ഫാഷൻ ട്രെൻഡ് പോലും അല്ല. പകരം മാർക്കറ്റിൽ സ്ത്രീകൾക്കുള്ള പ്രൊഡക്ട്സിന് അഡീഷണൽ എമൗണ്ട് ചാർജ് ചെയ്ത് ലാഭം നേടുന്ന ഒരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഒരു പാർലറിൽ ഹെയർ കട്ടിന് പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. പുരുഷന്മാർക്ക് ഹെയർ കട്ട് ചെയ്യാനാണെങ്കിൽ 200-250 രൂപയും, എന്നാൽ സ്ത്രീകൾക്ക് ഹെയർ കട്ട് ചെയ്യാനാണെങ്കിൽ കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും ആവാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇങ്ങനെ ഒരു വില വ്യത്യാസം വരുന്നത് എന്ന്? ആൻഡ് ദ സാഡ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഈസ്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള വില വ്യത്യാസം നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാറുമില്ല, ആൻഡ് അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം. അതിനും കാരണമുണ്ട്. വർഷങ്ങളായി നമ്മൾ ഈ ഒരു ട്രെൻഡ് പ്രാക്ടീസ് ചെയ്തു വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ കണ്ടീഷനിങ് ചെയ്തു വരുന്നവരായതുകൊണ്ടായിരിക്കാം ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ ആൻസർ. കാരണം ഒരു നോർമൽ ഹെയർ കട്ടോ റേസർ ഉപയോഗിക്കുന്നതോ ഒന്നും നമ്മുടെ ലക്ഷറി അല്ലല്ലോ, ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇനി ഇതൊക്കെ മേടിക്കുവാൻ വേണ്ടിയിട്ട് അധികം എമൗണ്ട് കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ ചോയ്സ് പോലും അല്ല. വളരെ സൈലന്റ് ആയി ഹിഡൻ ആയി മാർക്കറ്റിൽ ഫീമെയിൽസിന്റെ പ്രൊഡക്ട്സിന് എക്സ്ട്രാ എമൗണ്ട് ചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. ഈ ഒരു പ്രക്രിയയ്ക്ക് ഒരു പേരുമുണ്ട്, അതിനെയാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്? പിങ്ക് ടാക്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സേഷനുമല്ല, ഒരു ലീഗൽ ബേസിസും അല്ല, അതായത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യവുമല്ല. മറിച്ച് മാർക്കറ്റിൽ ഫീമെയിൽസിനുള്ള പ്രൊഡക്ട്സ് എന്ന ടാഗിൽ വില കൂടുതൽ ഈടാക്കി വിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ടൈംസ് ഓഫ് ഇന്ത്യ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: മെട്രോ സിറ്റീസിൽ രാത്രി ലേറ്റായി സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ ബസ് സർവീസുകളല്ല അവർ പ്രിഫർ ചെയ്യുന്നത്, പകരം ക്യാബ് സർവീസുകളാണ്. ഇനി ക്യാബ് സർവീസുകൾ പ്രിഫർ ചെയ്യുമ്പോൾ കംഫർട്ട് മാത്രമല്ല അവിടുത്തെ മെയിൻ ഉദ്ദേശം, രാത്രി സഞ്ചരിക്കുമ്പോൾ സേഫായി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം എന്നുള്ളതും കൂടിയാണ്. ഈ സേഫായി എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പണം മുടക്കുന്നുണ്ട്. ഈ അഡീഷണൽ പണത്തെ അഥവാ സർവൈവ് ചെയ്യാനുള്ള ഈ എക്സ്ട്രാ കോസ്റ്റിനെ നമുക്കൊരു ടാക്സേഷൻ പരിധിയിൽ പറയാം, ദാറ്റ് ഈസ് സേഫ്റ്റി ടാക്സ്. ഇതെല്ലാം ചേർന്നത് തന്നെയാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയായി ജീവിക്കാൻ സമൂഹം നിശ്ചയിക്കുന്ന അധിക ചെലവ്. ഇനി എന്തുകൊണ്ടായിരിക്കും പിങ്ക് ടാക്സ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്? ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. കാരണം നമ്മുടെ സൊസൈറ്റി സ്ത്രീകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലുക്കിംഗ് ഗുഡ് ആയിരിക്കണം, പെൺകുട്ടികൾ വെൽ ഗ്രൂംഡ് ആയിരിക്കണം, പ്രസന്റബിൾ ആയിരിക്കണം, ക്യൂട്ട് ആയിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസിനെ നമുക്ക് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന് വിളിക്കാം. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ഈ തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സിനെ വളരെ തന്ത്രപരമായി മൊണിറ്റൈസ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നത് മൂലമാണ് സ്ത്രീകൾക്ക് അധികം എമൗണ്ട് കൊടുത്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത്. പല സ്റ്റഡീസും പറയുന്നത് ഇത് തികച്ചും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ്. എന്നാൽ ഈ തന്ത്രത്തെ അറിയപ്പെടുന്നത് പോലും ജെൻഡർ ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ്. ഇനി എന്താണ് ജെൻഡർ ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നല്ലേ? ജെൻഡർ ബേസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രൊഡക്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് വ്യത്യസ്തമായ വില ഈടാക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ശ്രദ്ധിക്കണം, ഇതിൽ പ്രൊഡക്റ്റ് ചേഞ്ച് ഇല്ല, പെർസെപ്ഷൻ ചേഞ്ച് മാത്രമാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരേ പ്രൊഡക്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പാക്കേജിങ്ങും ബ്രാൻഡിങ്ങും ചെയ്താണ് അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് പോലും. നമുക്കൊരു റേസറിന്റെ എക്സാമ്പിൾ നോക്കാം. പുരുഷന്മാർക്കുള്ള റേസർ ആണെങ്കിൽ അതിൽ പ്രത്യേകിച്ചും എഴുതുന്നത് സ്ട്രോങ്, പവർഫുൾ എന്നൊക്കെ ആയിരിക്കാം. അതിന്റെ കളർ തീം വരുന്നത് പോലും ഡാർക്ക് കളേഴ്സിലാണ്. ഇനി സ്ത്രീകൾക്കുള്ള റേസർ ആണെങ്കിൽ അതിൽ എഴുതുന്നത് ജെന്റിൽ, സ്മൂത്ത്, കെയർ എന്നൊക്കെ ആയിരിക്കും. ഇനി അതിന്റെ കളേഴ്സ് ആണെങ്കിലും ഒരു പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സിലൊക്കെ ആയിരിക്കും നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ ബ്ലേഡ് സെയിം ആണ്, ഇതിൽ സ്റ്റീൽ സെയിം ആണ്, ഫങ്ഷൻ സെയിം ആണ്, സ്റ്റോറി ഡിഫറെൻ്റ് ആണ്, പ്രൈസ് ഹയറുമാണ്. ഇനി ഒരു സോപ്പിന്റെ പരസ്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ.
മമ്മിയുടെ സ്കിൻ എന്താണ് ഇത്ര സോഫ്റ്റ് ആയത് എന്നൊക്കെയുള്ള വാചകങ്ങൾ ചേർത്തിട്ടാണ് ശരിക്കും അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് പോലും. എന്നാൽ ഈ മാർക്കറ്റിംഗ് ഒക്കെ വർക്ക് ആവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മറ്റാരുമല്ല, നമ്മുടെ സൊസൈറ്റി തന്നെയാണ്. കാരണം സൊസൈറ്റി സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലുക്കിംഗ് ഗുഡ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, ലുക്കിംഗ് ഗുഡ് ഈസ് എ മസ്റ്റ്, ഗ്രൂമിംഗ് ഈസ് എ റെസ്പോൺസിബിലിറ്റി നോട്ട് എ ചോയ്സ് എന്നാണ്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളിടത്തോളം ഈ വില വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. സോ ആസ് എ സിവിൽ സർവീസ് ആസ്പിരന്റ്, വാട്ട് ക്യാൻ ബി ഡൺ ടു അഡ്രസ് ദിസ് പിങ്ക് ടാക്സ്? ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേവലം ഒരു മാർക്കറ്റിംഗ് ഇഷ്യൂ മാത്രമല്ലല്ലോ. ഇവിടെ സൊസൈറ്റി, അതേപോലെ എക്കണോമി, പോളിസി ഫെയിലിയേഴ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്പർ 1 ഇൻഡിവിജ്വൽ ലെവൽ അവയർനെസ് എന്നുള്ളതാണ്. കാരണം വർഷങ്ങളായിട്ട് വിമനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലും വിമൻ സ്പെസിഫിക് പ്രോഡക്ട്സ് ചൂസ് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ചേഞ്ച് ദാറ്റ്. ആസ് എ കൺസ്യൂമർ, മെൻ ആൻഡ് വിമൻ പ്രോഡക്ട്സ് നമുക്ക് കമ്പയർ ചെയ്യാം. അതിന്റെ ക്വാളിറ്റി, ഇൻഗ്രീഡിയൻസ്, ക്വാണ്ടിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇതൊക്കെയും ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റിയലൈസേഷൻ കിട്ടും. അതായത് ഈ മാർക്കറ്റ് പ്രൈസ് ഒക്കെയും ഒരു ആർട്ടിഫിഷ്യൽ ആണ്, ഫങ്ഷൻസ് എല്ലാം അറൗണ്ട് സെയിം ആണെന്നുള്ളത്. സോ ഇങ്ങനൊരു റിയലൈസേഷൻ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വില വ്യത്യാസങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നമ്പർ 2, ചൂസ് ജെൻഡർ ന്യൂട്രൽ പ്രോഡക്ട്സ് എന്നുള്ളതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സുകൾ ഉണ്ട് എങ്കിൽ, അതിന്റെ ഫങ്ഷൻസ് സെയിം ആണ് എങ്കിൽ, അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ചൂസ് ചെയ്ത് മേടിക്കാവുന്നതാണ്. സോ ദാറ്റ് അൺനെസസറി ബ്രാൻഡിങ് ആൻഡ് പാക്കേജിംഗ് കോസ്റ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കി ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് മാറി ചിന്തിക്കുമ്പോഴല്ലേ നമ്മുടെ മാർക്കറ്റും മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഡിമാൻഡ് ഷേപ്സ് സപ്ലൈ എന്നാണല്ലോ. നമ്പർ 3, പോളിസി ലെവൽ ചേഞ്ചസ്. ഇൻഡിവിജ്വൽ ലെവൽ ആക്ഷൻസിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടതാണ് പോളിസി ലെവൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി പോളിസി ലെവൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എടുക്കേണ്ട മെഷേഴ്സുകളാണ്. ഗവൺമെന്റ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഓഡിറ്റിംഗ് പോലുള്ള മെഷേഴ്സുകൾ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവരാവുന്നതാണ്. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ജെൻഡർ സെൻസിറ്റീവ് പ്രൈസിംഗ് ഓഡിറ്റിംഗ് ആണ്. ഇനി എന്താണ് ജെൻഡർ സെൻസിറ്റീവ് പ്രൈസിംഗ് ഓഡിറ്റ് എന്ന് വെച്ചാൽ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്ന പ്രോഡക്ട്സുകളിൽ ഈ വില വ്യത്യാസം വരുമ്പോൾ ആ വില വ്യത്യാസം ന്യായമായ കാരണത്താലാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ന്യായമായ കാരണത്താലല്ല ഈ വില വ്യത്യാസം വരുന്നതെങ്കിൽ അതിനെതിരെ ഗവൺമെന്റ് റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സൊസൈറ്റൽ ലെവൽ സാമൂഹികപരമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ചേഞ്ച് ദ മൈൻഡ് സെറ്റ്, നോട്ട് ജസ്റ്റ് ദ പ്രോഡക്റ്റ്. ഈ പിങ്ക് ടാക്സ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ. അഥവാ സ്ത്രീകളെ പറ്റി ഒരുപാട് എക്സ്പെക്ടേഷൻസ് നമ്മുടെ സമൂഹത്തിനുള്ളത് കൊണ്ടാണ്. സോ വാല്യൂ വിമൻ ബിയോണ്ട് അപ്പിയറൻസ്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം, പക്ഷേ അതിനുവേണ്ടി ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സുകൾ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. സോ പിങ്ക് ടാക്സ് എന്ന് പറയുന്നത് കേവലം ഒരു വില വ്യത്യാസം മാത്രമല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈലൻസും അതിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ഒരു റിയൽ ചേഞ്ച് എന്നാണ് നമ്മുടെ സമൂഹത്തിൽ വരുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം സമൂഹം സ്ത്രീകളിൽ നിന്നും അധികമായ വില ഈടാക്കുന്നത് നിർത്തുന്ന ദിവസത്തിലാണ്. Real change begins when society stops charging women for simply being women. സോ പിങ്ക് ടാക്സ് എന്താണെന്നും പിങ്ക് ടാക്സ് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുവെന്നും ഇനി എങ്ങനെ നമുക്ക് പിങ്ക് ടാക്സിനെ റിസോൾവ് ചെയ്യാമെന്നും നമ്മൾ ഈ ഡിസ്കഷനിലൂടെ പഠിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമിലർ ആയിട്ടുള്ള ട്രെൻഡ്സുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് ഡു കമന്റ്.